2024 അഴിമതിയിലൂടെ പുറത്തു വരുന്നത്. സർ, കുംഭകോണത്തിന് 2 പ്രത്യക്ഷ പ്രഭവ കേന്ദ്രങ്ങളാണ് പ്രധാനമായും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒന്ന് ഗുജറാത്തിലെ ഗോദ്രയും മറ്റൊന്ന് ബീഹാറിലെ പട്നയുമാണ്. സർ, ഗുജറാത്തിലെ ഗോദ്രയിലെ പരീക്ഷാ കേന്ദ്രമായ ജയ് ജൽറാം സ്കൂളിൽ നടന്നത് വലിയ അഴിമതിയും തട്ടിപ്പുമായിരുന്നു. സർ, വൻകിട കോച്ചിങ് സെന്ററുകളും പരീക്ഷാ കേന്ദ്രങ്ങളിലെ സ്റ്റാഫും അടങ്ങുന്ന ഒരു സംഘം നടത്തിയ തട്ടിപ്പ് പുറത്തു വരികയുണ്ടായി. ലക്ഷങ്ങൾ മുടക്കാൻ താല്പര്യമുള്ള രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും ഈ മാഫിയ പറഞ്ഞത് ബ്ലാങ്ക് പേപ്പർ മേശപ്പുറത്ത് വെച്ച് പോകാനാണ്. സർ, വിദ്യാർത്ഥികൾ പോയതിനു ശേഷം ഈ മാഫിയയിലെ അധ്യാപകർ തന്നെ പരീക്ഷാ പേപ്പറിൽ കൃത്യമായി അടയാളപ്പെടുത്തൽ നടത്തി ശരിയുത്തരം എഴുതി ഈ വിദ്യാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. 2 കോടി രൂപ വരെ ഇതിന്റെ പ്രതിഫലം കൈപ്പറ്റി എന്നാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. സർ, മറ്റൊരു അഴിമതിയുടെ കേന്ദ്രമുണ്ടായത് പട്നയിലാണ്. പട്നയിൽ പരീക്ഷയുടെ തലേ ദിവസം തന്നെ ചോദ്യപേപ്പർ ചോർന്നതായി വാർത്ത വരികയുണ്ടായി. ഒരു ക്രിമിനൽ സംഘം 35 പരീക്ഷാർത്ഥികളെ അടുത്തുള്ള ഒരു പ്ലേ സ്കൂളിൽ കൊണ്ടുപോയി ചോദ്യപേപ്പർ നൽകി പരിശീലനം നൽകിയായിരുന്നു. 30 ലക്ഷം വീതമാണ് രക്ഷിതാക്കൾ നൽകിയത് എന്ന വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയുണ്ടായി. സർ, 7 പേരെ കസ്റ്റഡിയിലെടുത്തു എന്നതും പുറത്തു വന്നിട്ടുണ്ട്. സർ, ഇവിടെ NTA കേന്ദ്ര ഗവൺമെന്റോ ഉത്തരം പറയേണ്ടുന്ന നിരവധിയായ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സർ, അതോടൊപ്പം നീറ്റ് പരീക്ഷ UG പരീക്ഷയിൽ ഹരിയാനയിൽ ഒരു കേന്ദ്രത്തിൽ നിന്ന് മുഴുവൻ മാർക്കും നേടിയ 6 പേരും പരീക്ഷ എഴുതിയത് BJP നേതാവിന്റെ കുടുംബ സ്കൂളിലെ സെന്ററിലാണ്. സർ, ഈ കേന്ദ്രത്തിലെ 2 പേർക്കാണ് 718 719 ഒരിക്കലും വരാത്ത ഒരു മാർക്ക് വന്നത് എന്നത് BJPയും കേന്ദ്ര ഗവൺമെന്റും ഇതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട് എന്ന കാര്യത്തിലേക്ക് എത്തുകയാണ്. സർ, അതോടൊപ്പം തന്നെ വളരെ ഗൗരവമായ ഒരു കാര്യം, ജൂൺ 4-നാണ് നീറ്റിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. ഉപക്ഷേപം ഉന്നയിച്ചത് M. വിജിൻ MLA ആണ്. നീറ്റ് പരീക്ഷയെ കാവ്യവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നാണ് M. വിജിൻ MLA പറയുന്നത്. ചർച്ച തുടരുകയാണ്.